ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു പാർട്ട്ണർഷിപ്പ്. ഈ ചാപ്റ്ററിൽ നിങ്ങൾ ബിസിനസ് സ്റ്റഡീസിൽ പഠിച്ച ഏരിയ, ഫസ്റ്റ് ഇയർ ബിസിനസ് സ്റ്റഡീസിൽ പഠിച്ച ഏരിയ ആണ് അവിടെ വരുന്നത്. തുടക്കം അല്ലേ? ബിസിനസ് സ്റ്റഡീസിൽ ഏതാ പഠിച്ചത്? ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനിൽ രണ്ടാമത്തെ ഫോം അതേതാ? പാർട്ട്ണർഷിപ്പ് അല്ലേ? പാർട്ട്ണർഷിപ്പ് കഴിഞ്ഞാൽ പിന്നെ HUF അഥവാ ജോയിന്റ് ഹിന്ദു ഫാമിലി ഫേം, ദെൻ കോപ്പറേറ്റീവ് സൊസൈറ്റി, ദെൻ കമ്പനി, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഓർഡർ പോകുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ഇയർ അക്കൗണ്ടൻസിയിൽ നിങ്ങൾ പഠിച്ചത് ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് എ സോൾ ട്രേഡർ, സോൾ പ്രൊപ്പറേറ്റർഷിപ്പിന്റെ ഫൈനൽ അക്കൗണ്ട്സ് ആണ് പഠിച്ചത്. അപ്പോൾ ആ ഒരു ഏരിയ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? എന്തായിരുന്നു നിങ്ങൾ അവിടെ പഠിച്ചത്? എന്താ? ജേണൽ എഴുതാൻ, ലെഡ്ജർ എഴുതാൻ, ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ. അപ്പോൾ അവിടുന്ന് പാർട്ട്ണർഷിപ്പിലേക്ക് വന്നപ്പോൾ അതൊന്നും കാണാനില്ല, ജസ്റ്റ് എൻട്രിയും കുറെ അക്കൗണ്ടുകൾ മാത്രമായിട്ട് ചുരുങ്ങി. അപ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വന്നിട്ടില്ലേ? +1 നിങ്ങൾ ജേണൽ എഴുതാൻ പഠിച്ചു അല്ലെ? ജേണൽ കഴിഞ്ഞ് പിന്നെ പോകുന്ന ഇങ്ങോട്ട് പോസ്റ്റിംഗ്, ലെഡ്ജർ അല്ലെ? ലെഡ്ജർ കഴിഞ്ഞാൽ ട്രയൽ ബാലൻസ് അല്ലെ? അങ്ങനെ ഒരു ഓർഡർ ഉണ്ടായിരുന്നു. ഇവിടെ അങ്ങനെ ഒന്നും കാണാനില്ല. ട്രയൽ ബാലൻസ് പഠിക്കുന്നുണ്ടോ? ബാലൻസ് ഷീറ്റ് വരയ്ക്കുന്നുണ്ട്, പക്ഷെ എന്നാലും അവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് വരച്ചതിന് ശേഷമാണ് ബാലൻസ് ഷീറ്റിലേക്ക് പോകുന്നത് അല്ലേ? അങ്ങനെയുണ്ട്. അതേപോലെ തന്നെ എന്താ, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് വരയ്ക്കുന്നില്ല, ട്രേഡിംഗ് അക്കൗണ്ട് ചെയ്യുന്നില്ല. അപ്പൊ ഇതൊക്കെ പാർട്ട്ണർഷിപ്പിൽ ഇല്ലേ? പാർട്ട്ണർഷിപ്പിൽ ഇല്ലേ? അപ്പൊ അതെന്താ പഠിക്കാത്ത? ഓൾറെഡി പഠിച്ചു പോയി, പിന്നെ ഇതിനെ പഠിക്കുന്നേ. അപ്പൊ എന്താണ് +2ഉം +1ഉം തമ്മിലുള്ള വ്യത്യാസം? +2 അക്കൗണ്ടൻസിയും +1 അക്കൗണ്ടൻസിയും തമ്മിലുള്ള വ്യത്യാസം എന്താ? അതായത് നിങ്ങൾ ഒരു അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്, ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുക. നിങ്ങൾ ജേണൽ എഴുതേണ്ടി വരൂലേ? ലെഡ്ജർ പ്രിപ്പയർ ചെയ്യേണ്ടി വരൂലേ? ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യേണ്ടി വരൂലേ? ഈ ട്രേഡിങ്ങും പ്രോഫിറ്റും ഇതൊക്കെ പ്രിപ്പയർ ചെയ്യേണ്ടി വരില്ലേ? അത് എന്തുകൊണ്ട് ഇവിടെ പഠിച്ചില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നുള്ളൂ. അത് ഓൾറെഡി പഠിച്ചു പോയത് കൊണ്ടാണ്. അപ്പൊ എന്താണ് ഇവിടെ പഠിക്കുന്നത്? മാറ്റം മാത്രം. എന്താണ് ചേഞ്ച്? പാർട്ട്ണർഷിപ്പിലേക്ക് സോൾ ട്രേഡറിൽ നിന്നും പാർട്ട്ണർഷിപ്പിലേക്ക് വരുമ്പോൾ ഉള്ള മാറ്റം മാത്രമാണ് ഇവിടെ നിങ്ങൾ പഠിക്കുന്നത്. ഒരു സോൾ ട്രേഡറിന്റെ അക്കൗണ്ടിൽ നിന്നും പാർട്ട്ണർഷിപ്പിലേക്ക് പോകുമ്പോൾ ഉള്ള ചേഞ്ച് മാത്രമേ നിങ്ങൾ അവിടെ പഠിക്കുന്നുള്ളൂ. അപ്പൊ എന്താണ് ആ ചേഞ്ച്? എവിടെയാ ചേഞ്ച് വരുന്നത്? ഇവിടെയും ജേണൽ എൻട്രി ഉണ്ട്, ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും, ട്രയൽ ബാലൻസ് ഉണ്ട്, ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും, ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ട്, ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ട്. ഇനി പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് കഴിഞ്ഞാൽ നേരെ സോൾ ട്രേഡറിന്റെ കേസിൽ ഒരാളാണ് ഓണർ ഉള്ളതുകൊണ്ട് നേരെ ബാലൻസ് ഷീറ്റിലേക്ക് പോകാമായിരുന്നു അല്ലെ? നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ടു ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചേ. പക്ഷെ ഇവിടെ അങ്ങനെ പോകാൻ പറ്റില്ല. ഇവിടെ 2 അതിലധികം ആൾക്കാർ വരും അല്ലെ? മിനിമം 2 പേര് എന്തായാലും ഉണ്ട്. മിനിമം 2 ആവുമ്പോഴാണല്ലോ പാർട്ട്ണർഷിപ്പിലേക്ക് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് അവരുടെ പ്രോഫിറ്റ് ഒക്കെ അപ്രോപ്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അവരുടെ പ്രോഫിറ്റ് ഒക്കെ ഷെയർ ചെയ്തിട്ട് അതാണ് പിന്നെ അവരുടെ ബാലൻസ് ഷീറ്റിലേക്ക് പോകുന്നത്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഉണ്ടാക്കേണ്ടി വരും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? അവിടെ നേരെ ബാലൻസ് ഷീറ്റിലേക്ക് നമുക്ക് കൊണ്ടുവിടാൻ പറ്റില്ല. കുറച്ച് കാൽക്കുലേഷൻസ് നടത്തണം അല്ലെ? ക്യാപിറ്റൽ, അവർക്ക് സാലറി കിട്ടാനുണ്ടാവും, കമ്മീഷൻ ഉണ്ടാവും, അതെല്ലാം നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ഇട്ടതായിട്ട് കാണിക്കണം. ക്യാപിറ്റൽ അക്കൗണ്ട് കൂടിയതായിട്ട് കാണിക്കണ്ടേ? ദെൻ ഈ അപ്രോപ്രിയേഷൻ നടത്തിയിൽ വരുന്ന പ്രോഫിറ്റോ ലോസോ ഉണ്ടാവും, അതും ഇവർക്ക് കൊടുക്കണം. അപ്പൊ അങ്ങനെ കുറെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ഇനി ഈ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് അതിന്റെ ഫൈനൽ എമൗണ്ട് മാത്രമേ എങ്ങോട്ട് പോവുള്ളൂ? ബാലൻസ് ഷീറ്റിലേക്ക് പോവുള്ളൂ. ഈ ഒരു ഐഡിയ നിങ്ങൾക്കുണ്ടോ? ഫസ്റ്റ് ഏരിയ ഇൻട്രൊഡക്ഷൻ ടു പാർട്ട്ണർഷിപ്പ് അല്ലെ? ഇൻട്രൊഡക്ഷൻ. അപ്പൊ അവിടെ നിങ്ങൾ കുറെ തിയറി പഠിച്ചു. എന്താണ് പാർട്ട്ണർഷിപ്പ്? പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്താണത്? ഇതൊക്കെ ഇമ്പോർട്ടന്റ്. ഞാൻ പറഞ്ഞു പോകുന്ന ഏരിയാസ് ഒക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചു, അതൊക്കെ എക്സാമിനേഷൻ വരും. പാർട്ട്ണർഷിപ്പ് ഡീഡ്, എഗ്രിമെന്റ് അല്ലെ? ഓറൽ എഗ്രിമെന്റ് വാലിഡ് ആണോ വോയിഡ് ആണോ? വോയിഡാ? വാലിഡ് ആണ്. ഓറൽ എഗ്രിമെന്റ്, അതായത് എഗ്രിമെന്റ് 2 രീതിയിലുണ്ട് അല്ലെ? നിങ്ങൾ 2 പേരും ഒരു ഫേം സ്റ്റാർട്ട് ചെയ്യാണ്, പറഞ്ഞുറപ്പിച്ച്, നിങ്ങൾ സുഹൃത്തുക്കളാണ്, അപ്പൊ നിങ്ങൾ പറഞ്ഞുറപ്പിച്ച് തുടങ്ങുകയാണ്. അതും എന്താണ്? വാലിഡ് തന്നെയാണ്, അത് തുടങ്ങാം, ഒരു പ്രശ്നമില്ല. പക്ഷേ ഭാവിയിൽ അതിൽ ഡിസ്പ്യൂട്ട്സോ കോൺഫ്ലിക്റ്റോ, പ്രോഫിറ്റിന്റെ കേസ്, പൈസന്റെ കാര്യം വരുമ്പോൾ അല്ലെ ബന്ധുക്കൾ ശത്രുക്കളാവുമല്ലോ. അപ്പോൾ അവിടെ ഒരു പ്രശ്നം, അത് പിന്നെ നിങ്ങൾ കേസോ കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റില്ല. കാരണം കോടതിക്ക് വേണ്ടത് തെളിവാണ്. അപ്പൊ തെളിവ് എവിടെ വരുള്ളൂ? ഇറ്റ് ഷുഡ് ബി ഇൻ റിട്ടൺ അല്ലെ? റിട്ടൺ ഫോർമാറ്റിലാണെങ്കിൽ മാത്രമേ അത് എടുക്കുള്ളൂ അല്ലേ? തെളിവ് വേണം. അപ്പോൾ റിട്ടൺ ഡോക്യുമെന്റിന് മാത്രമേ നമ്മൾ എന്ത് വിളിക്കുള്ളൂ? പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് വിളിക്കുള്ളൂ. ഓറൽ എഗ്രിമെന്റ് നമ്മൾ ഡീഡ് എന്ന് പറയും, കാരണം അത് ഒന്നും ഇല്ല, ഡോക്യുമെന്റ് ഇല്ലല്ലോ. അപ്പൊ നിങ്ങൾ ആൻസർ ചെയ്തുമ്പോൾ ഓറൽ ആൻഡ് റിട്ടൺ എഗ്രിമെന്റ് ഈസ് കോൾഡ് ഡീഡ് എന്ന് പറഞ്ഞ് എഴുതി വെക്കല്ലേ.
റിട്ടേൺ എഗ്രിമെന്റ് ഓഫ് എ പാർട്ണർഷിപ്പ് കോൺട്രാക്ട്. അതിന്റെ കുറെ കണ്ടന്റുകളുണ്ട്, അത് കൂടെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതിലൊരു 10-12ഓളം കണ്ടന്റുകൾ, ഒരു 4-5 പഠിച്ചു വെക്കുക. എല്ലാം ഒന്നും പഠിക്കണ്ട, ഒരു 4-5 കണ്ടന്റുകൾ പഠിച്ചു വെക്കുക. നെയിം ഓഫ് ദ ഫേം, നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ പാർട്ട്നേഴ്സ്, ദെൻ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ സാലറി അല്ലെ, സാലറി ടു ദ പാർട്ട്ണർ ഇഫ് എനി, കമ്മീഷൻ ടു ദ പാർട്ട്ണർ ഇഫ് എനി, ദെൻ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഓഫ് ടു ദ പാർട്ട്ണർ ഇഫ് എനി, ഇതൊക്കെ വേണമെങ്കിൽ കൊടുത്താൽ മതി അല്ലെ. പാർട്ട്നേഴ്സ് ലോൺ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതാം. ഡേറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് ബിസിനസ്, എന്ന് തുടങ്ങുന്നു എന്ന് നിർത്തുന്നു, ഡ്യൂറേഷൻ ഓഫ് ബിസിനസ്, കുറേ കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് എഴുതാം. ഇതൊന്നും ഇപ്പോൾ ആ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് തുടക്കം വരുന്നത്. പാർട്ണർഷിപ്പ്, ഡീഡ്, എന്താണ് പാർട്ണർഷിപ്പ്, അതിന്റെ ഡെഫിനേഷൻ ഒക്കെ ഓർമ്മയില്ലേ, റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺസ്. പിന്നെ നിങ്ങൾ അവിടെ പഠിച്ചത് എന്താ, ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് നിങ്ങളവിടെ പഠിച്ചത് അല്ലേ. ഇതിലേക്ക് വരാം. നിങ്ങൾ എന്ത് ചെയ്തു, ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ് ആദ്യം പഠിച്ചത്. ക്യാപിറ്റൽ അക്കൗണ്ട് ഓഫ് ഓൾ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പഠിച്ചു. അതാണ് മെയിൻ ആയിട്ടുള്ള ആദ്യത്തെ കേസ്. അങ്ങനെ ക്യാപിറ്റൽ അക്കൗണ്ട് 2 രീതിയിൽ ചെയ്യാം. ഫ്ലക്ച്വേറ്റിംഗിൽ ചെയ്യാം, ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇതൊക്കെ ക്വസ്റ്റ്യൻ വരുവേ, ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് ഫിക്സഡ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ ഇതിന്റെ രണ്ടും ഡിഫറൻസ് ചോദിക്കും, ഇമ്പോർട്ടന്റ് ആണ്. തിയറി അല്ലെ, ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ അക്കൗണ്ട് വേഴ്സസ് ഫിക്സഡ് ക്യാപിറ്റൽ അക്കൗണ്ട്, ഇതിന്റെ ഡിഫറൻസ് ചോദിക്കും. ഒരു 3-4 പോയിന്റ് പഠിച്ചു വെക്കുക. ക്യാപിറ്റൽ അക്കൗണ്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പഠിച്ച ഏരിയ ഏതാ, പിന്നെ പഠിച്ച ഏതാ, അപ്രോപ്രിയേഷൻ പഠിച്ചു അല്ലെ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. സാധാരണ അതിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ ആദ്യം പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ പഠിക്കണം, അത് കഴിഞ്ഞിട്ടാണ് ക്യാപിറ്റൽ അക്കൗണ്ട് പഠിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ സിലബസിൽ കൊടുത്തിരിക്കുന്നത് എങ്ങനെയാ, ആദ്യം ക്യാപിറ്റൽ അക്കൗണ്ട്, അത് കഴിഞ്ഞിട്ടാണ് അപ്രോപ്രിയേഷൻ ചെയ്യാൻ പഠിച്ചത്. ഓക്കെ, ഫസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റ് എങ്ങോട്ടാ പോകുന്നത്, അപ്രോപ്രിയേഷനിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞിട്ട് അവരുടെ സാലറി, ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ദെൻ അതിന്റെ കമ്മീഷൻ അല്ലെ, ഇതൊക്കെ ഷെയർ ചെയ്യുന്നു. ഷെയർ ചെയ്ത് കഴിഞ്ഞ ഒരു എമൗണ്ട് കിട്ടും, അത് അപ്രോപ്രിയേഷൻ പ്രോഫിറ്റ് ആയിരിക്കാം, ലോസ് ആയിരിക്കാം. ഇതെന്ത് ചെയ്യുന്നു, ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു അല്ലെ. എന്നിട്ട് ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു അവരുടെ ഗുഡ് വില്ല് അല്ലെ, ഇതൊക്കെ നിങ്ങൾ പഠിച്ചല്ലേ, ഗുഡ് വില്ല്, റീവാലുവേഷൻ. അത് റീവാലുവേഷൻ ചെയ്യുന്ന സമയത്ത് അതിന്റെ ലോസും പ്രോഫിറ്റ് ഒക്കെ വരുള്ളൂ. അല്ലാത്ത പക്ഷം ഈ പ്രോഫിറ്റ് ഇങ്ങോട്ടേക്ക് എടുക്കും അല്ലെ, ഷെയർ ചെയ്യുന്ന പ്രോഫിറ്റ് ഇങ്ങോട്ടേക്ക് ഷെയർ ചെയ്തെടുക്കുന്നു. പിന്നെന്താ, സാലറി, വീണ്ടും സാലറി കാണിക്കണം, ഇൻട്രസ്റ്റ് ഡ്രോയിങ്സ് കാണിക്കണം അല്ലെ. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡ്രോയിങ്സ് കാണിക്കും, ഡ്രോയിങ്സ്, ക്യാപിറ്റൽ ബാലൻസ് കാണിക്കണം. ഇതെല്ലാം കാണിച്ച ശേഷം ലാസ്റ്റ് ഒരു ബാലൻസ് കിട്ടും. ഇതാണ് ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് ക്ലോസിംഗ് ബാലൻസ് അല്ലെ, ക്യാപിറ്റൽ അക്കൗണ്ട് ക്ലോസിംഗ് ബാലൻസ്. ഈ ഫൈനൽ എമൗണ്ട് മാത്രമേ ബാലൻസ് ഷീറ്റിലേക്ക് പോകുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഈ 2 അക്കൗണ്ട് മെയിൻ ആയിട്ട് നിങ്ങൾ പഠിച്ചു പോകുന്നത് അല്ലെ. ഇതെല്ലാം കോമൺ ആണ്, ബാലൻസ് ഷീറ്റ് വരെ പാർട്ണർഷിപ്പിലാണെങ്കിലും സോൾ ട്രേഡറിന്റെ കേസിലാണെങ്കിലും കോമൺ ആണ്. പക്ഷേ ചേഞ്ച് എവിടെയാണ് വരുന്നത്, അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലും ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പറേഷനിലും. ക്ലിയർ അല്ലേ. അപ്പോൾ അതാണ് മെയിൻ ആയിട്ട് ആ ഫസ്റ്റ് ചാപ്റ്ററിൽ പോകുന്നത്. അപ്പൊ ക്യാപിറ്റൽ അക്കൗണ്ട്, അപ്രോപ്രിയേഷൻ. പിന്നെ പഠിച്ച ഏതാ, പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അല്ലെ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ചെയ്യാൻ പഠിച്ചു, അത് ഇമ്പോർട്ടന്റ് ആണ്, ചോദ്യം വരും. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ചെയ്യാൻ പഠിച്ചു, അതും ക്വസ്റ്റ്യൻ വരും. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ചെയ്യാൻ പഠിച്ചു, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. പിന്നെ ചാപ്റ്ററിൽ എങ്ങോട്ടാ പോകുന്നത്, പിന്നെ അതിൽ ഇമ്പോർട്ടന്റ് പഠിക്കാനുള്ളത് ഗ്യാരണ്ടി ഓഫ് എ, ഓർമ്മയുണ്ടോ, ഗ്യാരണ്ടി ഓഫ് പ്രോഫിറ്റ്, ഗ്യാരണ്ടി ഓഫ് മിനിമം പ്രോഫിറ്റ് അല്ലെ, മിനിമം പ്രോഫിറ്റ്. അത് ഇമ്പോർട്ടന്റ് ആണ്, അത് ക്വസ്റ്റ്യൻ വരാറുണ്ട്. മിനിമം പ്രോഫിറ്റ്, അതും എവിടെ ഇത് ചെയ്യണ്ടേ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ അവർ ഗ്യാരണ്ടി ചെയ്യുന്ന എമൗണ്ട് കൊടുത്ത് കാണിക്കുന്നു. വളരെ സിമ്പിൾ ആണ്, അതൊരു 5-3 മാർക്കിനൊക്കെ വരും. അതൊന്നുമില്ല, അത് മനസ്സിലാക്കണം, അങ്ങനെയാണെങ്കിൽ അത് എഴുതാൻ പറ്റുള്ളൂ. പിന്നെ വരുന്നത് ഏതാ, പാസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ്. പാസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഏരിയ ഉണ്ട്, അതും വിട്ടുപോകല്, നോക്കി വെക്കണം. പാസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ്, അതായത് ലാസ്റ്റ് ആ ചാപ്റ്ററിന്റെ ഫൈനൽ ഏരിയ ആണ് പാസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ്. അപ്പൊ ഇത്രയാണ് ആ ചാപ്റ്ററിൽ, ഫസ്റ്റ് ചാപ്റ്ററിൽ ഡീൽ ചെയ്യുന്ന ഏരിയ. എന്തൊക്കെയാണ്, പാർട്ണർഷിപ്പിന്റെ ഇൻട്രഡക്ഷൻ, ദെൻ ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്യാൻ പഠിച്ചു. ആ ക്യാപിറ്റൽ അക്കൗണ്ട് 2 രീതിയിലുണ്ട്, ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റലും ഫിക്സഡ് ക്യാപിറ്റലും. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഗ്യാരണ്ടി ഓഫ് മിനിമം പ്രോഫിറ്റ് ടു എ പാർട്ണർ, ദെൻ പാസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ്സ് എന്ന് പറയുന്ന ഒരു ഏരിയ. ഇത്രയാണ് ആ ചാപ്റ്ററിൽ, ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ക്ലിയർ അല്ലേ. ഇനി മൂവിങ് ടു ദ സെക്കൻഡ് ചാപ്റ്റർ. അപ്പൊ ഇത് ഇവിടെ ഇൻട്രൊഡക്ഷൻ ഏരിയാസും. അപ്പൊ നിങ്ങൾക്കൊരു ഡൗട്ട് വരും, അപ്രോപ്രിയേഷൻ അക്കൗണ്ടും റീവാലുവേഷൻ അക്കൗണ്ട്, റിയലൈസേഷൻ അക്കൗണ്ട്, ഇതൊരു കൺഫ്യൂഷൻ ആയിട്ട് ഇരിക്കുന്ന കുറെ പിള്ളേരുണ്ട്. നമുക്ക് അടുത്ത പഠിക്കാനുള്ള ഇനി 2, 3, 4 ചാപ്റ്റർ പോകുന്നത് എന്താ, റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ പാർട്ണർഷിപ്പ് ഫേം എന്ന് പറഞ്ഞ ഒരു ടൈറ്റിൽ ആയിട്ടാണ് പോകുന്നത് അല്ലെ. റീകോൺസ്റ്റിറ്റ്യൂഷൻ ഇത് എപ്പോഴായിരിക്കും സംഭവിക്കുക,
ഒരു പാർട്ട്ണർ പുതിയതായിട്ട് വരുമ്പോൾ, ഒരു പാർട്ട്ണർ പുറത്തേക്ക് പോകുമ്പോൾ, ഒരു പാർട്ട്ണർ മരിച്ചു പോകുമ്പോൾ, അല്ലെ, ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്, ഇങ്ങനെയൊക്കെ സമയത്താണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ നടക്കുക. റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ പറയാൻ പറ്റുമോ? ചേഞ്ച് ഇൻ എഗ്രിമെന്റ് അല്ലേ? ചേഞ്ച് ഇൻ ദ എഗ്രിമെന്റ് ലീഡ്സ് ടു റീകോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ നമ്മൾ ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ, ഒരു പാർട്ട്ണർഷിപ്പ് ഫേം തുടങ്ങുന്ന സമയത്ത് ഡീഡ് ഉണ്ടാക്കും അല്ലേ? ഇപ്പൊ ഞാനും ഇവനുമാണ് ഒരു പാർട്ട്ണർഷിപ്പ് ഫേം തുടങ്ങുന്നത്. അപ്പൊ എന്റെ പേര് ഇവന്റെ പേര് അവിടെ ഉണ്ട്. അപ്പൊ മൂന്നാമതൊരാളെ കയറ്റണമെങ്കിൽ ആ ഡീഡ് കീറേണ്ടി വരും, അതിലേക്ക് എഴുതി ഒട്ടിച്ച് വെക്കാൻ പറ്റില്ല. അപ്പൊ പുതിയതായിട്ടൊന്നും ഡ്രാഫ്റ്റ് ചെയ്യണം അല്ലേ? അപ്പൊ നിലവിലുള്ള, അപ്പൊ ഞാൻ ഇവൻ വയസ്സായിട്ട് ഇവൻ റിട്ടയർ ആയി കഴിഞ്ഞാൽ ഇവൻ പോവാണ് അല്ലേ? അപ്പോ എനിക്ക് എന്ത് ചെയ്യാം? മൂന്ന് പേരുണ്ട്, അതിലൊരാൾ പോയി. അപ്പോഴും എന്ത് വേണം? പുതിയതായിട്ട് ഒരെണ്ണം ഡ്രാഫ്റ്റ് ചെയ്യണം. അപ്പൊ എപ്പോഴൊക്കെ പാർട്ട്ണർ അഡ്മിറ്റഡ് ആവുന്നോ, എപ്പോഴൊക്കെ പാർട്ട്ണർ റിട്ടയർമെന്റിലേക്ക് പോകുന്നു, ഡെത്ത് ആവുന്നു, ചേഞ്ച് ഇൻ ദ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, അതുകൊണ്ട് അല്ലെ, ചേഞ്ച് ഇൻ ദ റേഷ്യോ. അപ്പോൾ അതാണ്, ആ ഒരു ഏരിയ ആണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞത്. അതാണ് കംപ്ലീറ്റ് ഇനി അങ്ങോട്ട് ചാപ്റ്റർ ഒക്കെ പോകുന്നത്. റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്. അതിൽ ഒന്നാമത്തതാണ് അഡ്മിഷൻ. രണ്ടാമത്തത് ചേഞ്ച് ഇൻ ദ എക്സിസ്റ്റിംഗ് റേഷ്യോ. പിന്നെ അടുത്തത് മൂന്നാമത്തത് റിട്ടയർമെന്റ് അല്ലേ? റിട്ടയർമെന്റ് ഓർ ഡെത്ത്. നാലാമത്തത് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്. ഇങ്ങനെയാണ് വരിക അല്ലേ? അപ്പോ നമ്മൾ പറഞ്ഞെന്താ, അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത് നോർമലി എല്ലാ പാർട്ട്ണർഷിപ്പ് ഫേംസും പ്രിപ്പയർ ചെയ്യുന്ന ഒരു അക്കൗണ്ട് അപ്രോപ്രിയേഷൻ. കാരണം അതെന്താ, അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് ആണ്. പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യണ്ടേ അല്ലേ? ഈ നെറ്റ് പ്രോഫിറ്റ് ഇവിടെ നിങ്ങൾ ചിന്തിക്കുക. അപ്പൊ ഇത് അപ്രോപ്രിയേഷൻ എന്ന് പറയുമ്പോൾ തന്നെ എന്റെ മേളിൽ അല്ലെങ്കിൽ മുമ്പ് ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ട് ഓർമ്മ വേണം. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അങ്ങനെ ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, മേ ബി ചാൻസ് ഉണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് മുമ്പ് ക്രിയേറ്റ് ചെയ്യുന്ന അക്കൗണ്ട് ഏതാണ്? ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ്. കാരണം അതുകൊണ്ടാണ് നമ്മൾ ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എഴുതി വെക്കുന്നത് അല്ലേ? അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ്, ബൈ നെറ്റ് പ്രോഫിറ്റ് എന്നല്ല എഴുതുന്നത്. അപ്പൊ ഇവിടുത്തെ ഔട്ട്പുട്ട് എന്താ? നെറ്റ് പ്രോഫിറ്റ്. ഈ നെറ്റ് പ്രോഫിറ്റ് എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ടേക്ക് എഴുതുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അവരുടെ സാലറി, കമ്മീഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്തിട്ട് ഒരു അപ്രോപ്രിയേറ്റഡ് പ്രോഫിറ്റോ ലോസോ വരും, അത് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ അത് എല്ലാ ഫേമും ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ വരുന്ന ഏരിയ എന്താ? ഈ പറഞ്ഞ ചേഞ്ചസിലൂടെ കടന്നു പോകുമ്പോഴാണ് ഒരു ഫേം റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് ആവുന്നത്. എഗ്രിമെന്റ് സ്ട്രക്ചർ മാറിപ്പോവാണ് അല്ലെ? അതിന്റെ രൂപഘടന മാറുകയാണ്. അപ്പോൾ പുതിയതായിട്ട് വരുന്ന, അതായത് അഡ്മിഷൻ ആകുമ്പോഴും റേഷ്യോ ചേഞ്ച് ചെയ്യുമ്പോഴും റിട്ടയർമെന്റ് അല്ലെങ്കിൽ ഡെത്ത് ആകുമ്പോഴും അല്ലെങ്കിൽ ഡിസൊല്യൂഷൻ ഒക്കെ ആകുമ്പോഴും അതിന്റെ റേഷ്യോയിൽ ഉണ്ടാവുന്ന മാറ്റം അത് നമ്മൾ എന്ത് ചെയ്യണം? ഡീഡിൽ എഴുതി വെക്കണം എന്നുള്ളതാണ്. അപ്പൊ ഡീഡിൽ എപ്പോഴൊക്കെ മാറ്റം വരുന്നു അപ്പോഴെല്ലാം ഫേം റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് ആവും. ക്ലിയർ അല്ലേ? അപ്പോൾ അങ്ങനെ വരുന്ന ഫസ്റ്റ് ചാപ്റ്റർ, അതായത് ഈ ചാപ്റ്റർ നിങ്ങൾ കഴിഞ്ഞാൽ പിന്നെ അഡ്മിഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് രണ്ടാമത് പോകുന്നത് അല്ലെ? സെക്കൻഡ് ചാപ്റ്റർ ആണ് അഡ്മിഷൻ. ഇതിൽ എന്തൊക്കെയാ പഠിക്കാനുള്ളത്? അപ്പൊ അത് ചോദിക്കാം. ഈ ചാപ്റ്ററിൽ എന്തൊക്കെയായിരുന്നു പഠിച്ചത്? ഏതൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് അതിന്റെ മെയിൻ ടോപ്പിക്സ് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ വരും. എന്തൊക്കെയായിരുന്നു? അഡ്മിഷൻ എന്ന് പറയുമ്പോൾ തന്നെ വരുന്ന റേഷ്യോ സാക്രിഫൈസിങ് റേഷ്യോ അല്ലെ? സാക്രിഫൈസിങ് റേഷ്യോ ആണ് പഠിച്ചത്. പിന്നെ ന്യൂ റേഷ്യോ പഠിച്ചില്ലേ? സാക്രിഫൈസിങ് റേഷ്യോ ഉണ്ടെങ്കിൽ അവിടെ ഒരു പുതിയ റേഷ്യോ വരണം അല്ലെ? അഡ്മിഷൻ സമയത്ത് വരുമ്പോൾ ന്യൂ റേഷ്യോയും വരും. പിന്നെ വരുന്നത് എന്താ? ഗുഡ് വില്ല് കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിച്ചു. ഗുഡ് വിൽ അത് ഒരു ഇമ്പോർട്ടന്റ് ഏരിയ ആണ്. ഈ ചാപ്റ്ററിലാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഫോക്കസ് കൊടുത്ത് പഠിക്കേണ്ട ഏരിയ ഏതാ? അഡ്മിഷന്റെ ചാപ്റ്റർ ആണ് കേട്ടോ. കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ അഡ്മിഷൻ ആണ്. അവിടെയാണ് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുള്ളത്. ഗുഡ് വില്ലിന്റെ കുറെ കേസുകളില്ലേ, ഒരു 8 കേസോളം പഠിക്കാനുണ്ട്, ഇൻക്ലൂഡിങ് ഹിഡൻ ഗുഡ് വിൽ വരുന്ന ഏരിയ വരെ 8 കേസ് ഉണ്ട്. 8 കേസ്. ആ 8 കേസും നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. അത് ഏത് രീതിയിലാണ് ഗുഡ് വില്ല് കാൽക്കുലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ വരുന്നത് പറയാൻ പറ്റില്ല. അപ്പൊ ഈ ഗുഡ് വില്ല് കാൽക്കുലേറ്റ് ചെയ്യാൻ കുറെ മെത്തേഡുകളില്ലേ? ആ മെത്തേഡുകൾ ഏതാ? സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്, ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്. ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്, ക്യാപിറ്റൽ. അപ്പൊ ഈ ഗുഡ് വിൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? വാല്യൂ ഓഫ് റെപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എഴുതാം, കറക്റ്റ് ആണ്. ഒന്നും കൂടെ ഡീപ്പർ ആയിട്ട് പോയി കഴിഞ്ഞാൽ റെപ്യൂട്ടേഷൻ ആണ്. പക്ഷെ റെപ്യൂട്ടേഷൻ എങ്ങനെ നമ്മളൊരു എമൗണ്ടിൽ കാണിക്കുന്നു? ഒരു എമൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണിക്കുന്നില്ലേ? ഗുഡ് വിൽ 20,000,
30,000, 40,000 എന്ന് പറഞ്ഞാൽ നമ്മൾ, അതായത് നമ്മൾ ഇവിടെ കണ്ടുപിടിക്കുന്നത്, ഇവിടെ നമ്മൾ ഗുഡ് വിൽ കണ്ടുപിടിക്കുന്നില്ലേ, അതല്ല ബാലൻസ് ഷീറ്റിലേക്ക് പോകുന്ന എമൗണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോണം. ഏൺ ചെയ്യുന്നത് മാത്രമേ ബാലൻസ് ഷീറ്റിലേക്ക് പോകുള്ളൂ. അതായത് മേടിക്കുന്നത്, ഈ ഗുഡ് വില്ലോ ട്രേഡ് മാർക്കോ പാറ്റന്റോ ഒക്കെ ഈ പാർട്ട്ണർഷിപ്പ് ഫേം മേടിക്കൂലേ, പർച്ചേസ് ചെയ്യൂലേ, അത് മാത്രമേ എവിടെ പോകുള്ളൂ, ബാലൻസ് ഷീറ്റിലേക്ക് പോകുള്ളൂ. ഇവിടെ നമ്മൾ കണ്ടുപിടിക്കുന്നതൊക്കെ എന്താ, ഇത് ഓരോരുത്തർ കൊണ്ടുവരുന്ന ഗുഡ് വില്ല, അത് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എവിടെ കാണിക്കുന്നില്ല, രേഖപ്പെടുത്തുന്നില്ല. മീൻസ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ബാലൻസ് ഷീറ്റിലേക്ക് എടുത്തു തരുന്നില്ല. ക്ലിയർ ആയോ? അസറ്റ് എന്ന് പറഞ്ഞ് കാണിക്കൂലേ. ഈ ഗുഡ് വിൽ എന്താ ആക്ച്വലി, ഇതൊരു ഇൻടാഞ്ചിബിൾ അസറ്റാ അല്ലേ, ഇൻടാഞ്ചിബിൾ ഫിക്സഡ് അസറ്റ് ആണ് ഈ ഗുഡ് വിൽ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ പറയുന്ന ഈ അഡ്മിഷന് സമയത്ത് വരുന്ന ഗുഡ് വില്ലും റിട്ടയർമെന്റ് സമയത്ത് വരുന്ന ഗുഡ് വില്ലും ഒന്നും ബാലൻസ് ഷീറ്റിലേക്ക് എഴുതുന്നില്ല. ഓക്കെ, അതായത് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഒരു സ്ഥാപനം മറ്റൊരു സ്ഥാപനം ആയിട്ട് കരാറിൽ ഏർപ്പെടുമ്പോൾ അവർ പർച്ചേസ് ചെയ്യുന്ന ഗുഡ് വിൽ മാത്രമേ എഴുതുള്ളൂ. അതുകൊണ്ടാണ് അവിടെ ബാലൻസ് ഷീറ്റിൽ നമ്മൾ എമൗണ്ട് കാണിക്കുന്നത്. അവർ വിൽക്കുമ്പോൾ സെല്ല് ചെയ്യുന്ന സമയത്താണ് ഗുഡ് വിൽ നമ്മൾ അസർട്ടൈൻ ചെയ്യാന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ. നോർമലി ഗുഡ് വിൽ അസർട്ടൈൻ ചെയ്യുന്ന എപ്പോഴാണ്, സെല്ല് ചെയ്യുമ്പോഴാണ്. ഞാൻ ആ സോണി സാംസങ്ങിന്റെ ഒരു എക്സാമ്പിൾ ഒക്കെ പറഞ്ഞില്ലേ, അത് മേടിക്കുന്ന സമയത്ത് സോണി ഇപ്പൊ സാംസങ്ങിനെ മേടിക്കാന്ന് വിചാരിച്ചോ, അപ്പൊ അതിന്റെ അസറ്റും ലാബിലിറ്റീസും അവരെന്ത് ചെയ്യണം, ഏറ്റെടുക്കണം. ആ സോണി സാംസങ്ങിന്റെ അസറ്റും ലാബിലിറ്റീസും അവർ ഏറ്റെടുക്കണം. അപ്പൊ അങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്തു ഒരു 10 കോടി രൂപ ഇട്ടു അവർ ചോദിച്ചു. അവർ പർച്ചേസ് ചെയ്ത സമയത്ത് ഒരു 11 കോടി കൊടുത്തു. ആ കൊടുത്തിരിക്കുന്ന എക്സ്ട്രാ 1 കോടി അവരുടെ ഗുഡ് വില്ലാണ്, അത് ബ്രാൻഡ് ഇമേജിന്. അപ്പൊ അതാണ് റെപ്യൂട്ടേഷൻ ആയിട്ട് വരിക. പക്ഷെ അതൊരു റെപ്യൂട്ടേഷൻ നിങ്ങൾക്ക് എഴുതാം, ഇറ്റ് ഈസ് എ റെപ്യൂട്ടേഷൻ ഓഫ് ദ ഫേം എന്ന് പറഞ്ഞ് എഴുതാം. പക്ഷെ അതൊരു തിയറിറ്റിക്കലി അതൊന്ന് ഒന്നുകൂടെ ഡീപ്പർ ആയി പോവുകയാണെങ്കിൽ എക്സസ് ഓഫ് ഒരു സെന്റൻസ് വന്നില്ലായിരുന്നു, എക്സസ് ഓഫ് എ ഫേംസ് ഫ്യൂച്ചർ ആന്റിസിപ്പേറ്റഡ് ഏർണിങ്സ്, അങ്ങനെ വേണം എഴുതാൻ. ഇത് ഒരു സൂപ്പർ പ്രോഫിറ്റ് ഇല്ലാത്ത ഒരു ലൈനും കൂടെ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും നോട്ട്ബുക്കിൽ. സൂപ്പർ പ്രോഫിറ്റ് ഏൺ ചെയ്യാത്ത ഒരു ഫേമും ഗുഡ് വില്ല് ഏൺ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവരുണ്ടാക്കുന്നില്ല എന്നുള്ള അല്ലെ ഒരു വരി എഴുതിയിട്ടുണ്ടാവും സൂപ്പർ പ്രോഫിറ്റ്. അപ്പോൾ പ്രോഫിറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടേമാണ് ഗുഡ് വിൽ. ഓക്കെ, നിങ്ങൾ പഠിക്കുന്ന ഗുഡ് വില്ല് 2 രീതിയിൽ നമുക്ക് അതിനെ പറയാം. അതായത് ആദ്യത്തെ കേസ് പറഞ്ഞ് പർച്ചേസ് ചെയ്യുന്ന ഗുഡ് വില്ല് ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നുള്ളൂ. ഇത് നമ്മൾ ഓരോരുത്തർ കൊണ്ടുവരുന്ന അഡ്മിഷൻ ആകുമ്പോഴും റിട്ടയർമെന്റ് ആകുന്ന സമയത്ത് വരുന്ന ഗുഡ് വില്ലാണ്. ക്ലിയർ? അത് നമ്മൾ ട്രീറ്റ് ചെയ്ത് വിടാന്നേ ഉള്ളൂ. കാരണം അത് അതിന്റെ ഒരു കോമ്പൻസേഷൻ, ഒരാൾ വരുമ്പോൾ അവരുടെ പ്രോഫിറ്റ് വിട്ടുകൊടുക്കുന്നു, അതിന്റെ കോമ്പൻസേഷൻ ആയിട്ട് ബാക്കിയുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഫേമിന്റെ ഗുഡ് വില്ലായിട്ട് നമ്മൾ കാണിക്കുന്നില്ല. ക്ലിയർ ആണോ? പിന്നെ വരുന്ന ഏരിയ ഏതാ? ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്, ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്. ഓർമ്മയുണ്ടല്ലോ. ഇനി ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ സബായിട്ട് വരുന്നുണ്ടോ? ഉണ്ട്. സിമ്പിൾ ആവറേജും വെയ്റ്റഡ് ആവറേജും അല്ലേ, സിമ്പിൾ ആവറേജും വെയ്റ്റഡ് ആവറേജും. സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ ഒരു ചോദ്യം ഷുവർ ആയിരിക്കും, ഇമ്പോർട്ടന്റ് ആണ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്. ഇപ്പൊ ഇതിന്റെ ഒക്കെ ഇക്വേഷൻ എന്ത് ചെയ്യുക, കാണാപ്പാടം പഠിക്കുക. ഈ 3 ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. ക്യാപിറ്റലൈസേഷനിൽ വരുന്നുണ്ട് ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡും ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്. സോ ഗുഡ് വില്ലിന്റെ ട്രീറ്റ്മെന്റ് പഠിച്ചു. ഈ ഗുഡ് വിൽ ആയിട്ടുള്ള തിയറി കംപ്ലീറ്റ് ആയിട്ട് നോക്കിക്കോളാം. നീഡ് ഫോർ വാല്യുവേഷൻ ഓഫ് ഗുഡ് വിൽ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഗുഡ് വിൽ, 2 ഇമ്പോർട്ടന്റ് തിയറീസ് ആണ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഷുവർ ആയിരിക്കും. നിങ്ങൾ പഠിച്ച മെയിൻ ആയിട്ടുള്ള കാര്യം റീവാലുവേഷൻ ആണ് അല്ലേ. റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ്. റീവാലുവേഷൻ അക്കൗണ്ട് ഗുഡ് വില്ല് ക്ലിയർ ചെയ്യണേ. ഗുഡ് വില്ലിന്റെ എല്ലാ തിയറീസും അതൊക്കെ ക്ലിയർ ചെയ്തോ. ഗുഡ് വില്ലിന്റെ ക്വസ്റ്റ്യൻസ് കൂടുതലുണ്ടാവും. അതുകൊണ്ടാണ് ഈ ചാപ്റ്റർ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഗുഡ് വില്ലിന്റെ ഏരിയ കുറെ പഠിക്കാനുണ്ട്. ഇപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ട് പഠിച്ചു. റീവാലുവേഷൻ അക്കൗണ്ട്, റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് അല്ലേ. അസറ്റും ലാബിലിറ്റീസും റീവാല്യൂ ചെയ്യേണ്ടി വരും. എപ്പോ? അഡ്മിഷന്റെ സമയത്ത്. പുതിയ ഒരാൾ വരുന്ന സമയത്ത് അതുവരെയുള്ള അസറ്റിന്റെ വില എത്രയാന്നുള്ളത് വീണ്ടും റീവാല്യൂ ചെയ്യണം. ലാബിലിറ്റീസ് എത്രയാന്നുള്ളത് റീവാല്യൂ ചെയ്യണം. അതായത് പുതുക്കി അത് എത്ര, അതിന്റെ ഇപ്പോഴത്തെ കറന്റ് സ്റ്റാറ്റസ് എന്താന്നുള്ളത് അറിയണം. അതിന് വേണ്ടിയിട്ടാണ് റീവാല്യൂഷൻ. അപ്പൊ അതാണ് അതിന്റെ ചേഞ്ച് നമ്മൾ എഴുതുന്നത് അല്ലെ. അസറ്റിന്റെ വില കൂടിയോ, അസറ്റിന്റെ വില കുറഞ്ഞോ, ദെൻ ലാബിലിറ്റി കൂടിയോ, ലാബിലിറ്റി കുറഞ്ഞോ, അതിന്റെ ചേഞ്ച് മാത്രമല്ലേ അവിടെ എഴുതുന്നുള്ളൂ. അപ്പൊ അങ്ങനെ റീവാലുവേഷൻ ഒക്കെ ഉണ്ട്. പിന്നെ വരുന്ന പഠിച്ചേതാ? റീവാലുവേഷൻ കഴിഞ്ഞാൽ അഡ്ജസ്റ്റ്മെന്റ് പഠിച്ചില്ലേ. അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ജനറൽ റിസർവ് അല്ലെ. ജനറൽ റിസർവ് ആൻഡ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്. ഓർമ്മയില്ലേ? അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്. അതും വളരെ സിമ്പിൾ ആണ്. അതും ക്വസ്റ്റ്യൻ 3 മാർക്കിന് 2 മാർക്കിന് വരാനുള്ള ഏരിയ ആണ്. ജേണൽ എൻട്രി ആണ് അവിടെ വരിക. അപ്പൊ റീവാലുവേഷൻ ഒക്കെ. പിന്നെ ദെൻ ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് വരുന്നത്. പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട്. റീവാലുവേഷൻ അക്കൗണ്ടും പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ആണല്ലോ വരുന്നത് അല്ലേ. റീവാലുവേഷൻ, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. അപ്പൊ ക്യാപിറ്റൽ അക്കൗണ്ട് വരുന്നു. പിന്നെ ഏതാ? അത്രേ ഉള്ളൂ മെയിൻ ആയിട്ട്.
ഇത്ര ഉള്ളു ആ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട്. പിന്നെ ഈ ചാപ്റ്ററിൽ തന്നെയാണ് ഈ ഒരു ഏരിയയും കൂടെ വരുന്നത്. അപ്പൊ നമ്മൾ പഠിച്ച ചേഞ്ച് ഇൻ എക്സിസ്റ്റിംഗ് റേഷ്യോ ഇല്ലേ, ഇത് സെക്കൻഡ് ചാപ്റ്ററിലും, ഇത് സെക്കൻഡ് ചാപ്റ്റർ അഡ്മിഷൻ നമ്മൾ തുടങ്ങി. ഇതൊരു ചെറിയ ഏരിയ ആയതുകൊണ്ട് ഇതും സെക്കൻഡ് ചാപ്റ്ററിൽ ലാസ്റ്റിലാണ് വരുന്നത്. നിങ്ങൾ നോക്കിക്കോ, സെക്കൻഡ് ചാപ്റ്റർ ലാസ്റ്റിലാണ് ഈ ഏരിയ വരുന്നത്, ചേഞ്ച് ഇൻ എക്സിസ്റ്റിംഗ് റേഷ്യോ എന്ന് പറഞ്ഞ് ഇതിന്റെ ലാസ്റ്റ് പാർട്ടിലേക്കാണ് ഇത് വരുന്നത്, ഈ ഒരു ഏരിയ. ഇനി വരുന്ന ഏരിയ ചാപ്റ്റർ ഏതാ? റിട്ടയർമെന്റ് ആൻഡ് ഡെത്ത്. ഇതില് അപ്പൊ ഇനി നിങ്ങൾ എന്ത് ചെയ്യാം, ഇത് നിങ്ങൾ എപ്പോഴും കമ്പയർ ചെയ്ത് പഠിക്കുക. കമ്പയർ ചെയ്ത് പഠിച്ചാൽ കൺഫ്യൂഷൻ ആവും. കാരണം ഇവിടെ പഠിച്ചതെല്ലാം ഇവിടെയും വരുന്നുണ്ട് അല്ലേ. കാരണം ഇതൊക്കെ എന്താ മെയിൻ ഹെഡ് എന്താ, റീ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് പഠിക്കുന്നത്. അപ്പൊ ഇവിടെ പഠിച്ച കാര്യങ്ങളെല്ലാം ഇങ്ങോട്ടേക്ക് വരും. അഡ്മിഷനിൽ പഠിച്ചതും ഇവിടെ പഠിച്ചതും ഒക്കെ ഇങ്ങോട്ടേക്ക് വരും. അപ്പൊ ഇവിടെ വരുന്ന മാറ്റമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അഡ്മിഷനിൽ സാക്രിഫൈസിങ് റേഷ്യോ ആണെങ്കിൽ റിട്ടയർമെന്റിൽ ഗെയിനിങ് റേഷ്യോ ആണ്. അതാണ് ഒന്നാമത്തെ മാറ്റം. പിന്നെ ന്യൂ റേഷ്യോ കാണാൻ ഇവിടെയും പഠിക്കുന്നുണ്ട് അല്ലെ, ഗുഡ് വില്ല് കാണാൻ ഇവിടെയും പഠിക്കുന്നുണ്ട്. പക്ഷെ ഗുഡ് വിൽ ഓൾറെഡി നമ്മൾ ഇവിടെ മെയിൻ ആയിട്ട് കാൽക്കുലേഷൻ ഒക്കെ പഠിച്ചുകൊണ്ട് ഇവിടെ അങ്ങോട്ടേക്ക് വരുമ്പോൾ വലിയ മാറ്റങ്ങളില്ല. ഓക്കെ, വലിയ ചേഞ്ചസ് ഇല്ല ഗുഡ് വില്ല് കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യത്തില്. പിന്നെ വരുന്നത് എന്താ, റീവാലുവേഷൻ അക്കൗണ്ട് ഇവിടെ വരുന്നില്ലേ, റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. ദെൻ വരുന്നത് എന്താ, പിന്നെ ഇതും ഈ അഡ്മിഷനും റിട്ടയർമെന്റ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ റിട്ടയർമെന്റിൽ വരുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് അറിയോ? കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നുണ്ട്. ലോൺ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പഠിക്കുന്നുണ്ട്. കറക്റ്റ് ആണ്. അപ്പൊ ആ ഒരു ഏരിയ 3 ഏരിയ ആണ് വരുന്നത്. അത് ഏതൊക്കെയാണെന്ന് അറിയോ? 3 ടോപ്പിക്കാണ് വരുന്നത്. ഞാൻ ടോപ്പിക്കിന്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ, ഹെഡിങ് ആയിട്ട് തന്നിട്ടില്ലേ. അതിൽ ഒന്നാമത്തേതാണ് അസർടൈൻമെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ് ടു ദ ഡേറ്റ് ഓഫ് റിട്ടയർമെന്റ്. അവിടെ വരുന്ന അക്കൗണ്ട് ഏതായിരുന്നു? ഈ അസർടൈൻമെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ് ടു ദ ഡേറ്റ് ഓഫ് റിട്ടയർമെന്റ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ടേം ഓർത്തിരിക്കണം. അതേതാ? ഇതെല്ലാം ജേണൽ എൻട്രി ആണല്ലോ അല്ലേ. എല്ലാത്തിനും ജേണൽ എൻട്രി, റീവാലുവേഷന് ജേണൽ എൻട്രി ഉണ്ട്, ഇപ്പൊ പറഞ്ഞതിന് ജേണൽ എൻട്രി ആണ്. എല്ലാം ജേണൽ എൻട്രി, മെയിൻ ആയിട്ട് എല്ലാം ജേണൽ എൻട്രി ആണ്. അതായത് നോർമലി ഒരു പാർട്ണർ റിട്ടയർ ആകുന്നപ്പോഴായിരിക്കും ഇയർ എൻഡിങ്ങിലായിരിക്കും, ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കുമ്പോൾ 31 മാർച്ചിനോ December 31 ഒക്കെ ആയിരിക്കാം. എപ്പോഴാണോ ആ ഫേം ക്ലോസ് ചെയ്യുന്ന ഡേറ്റിൽ ഓഡിറ്റിംഗ് ഒക്കെ നടക്കൂലേ, മാർച്ച് ആ മാസത്തിലായിരിക്കും വോളണ്ടറി റിട്ടയർമെന്റ് ചെയ്യുന്നത്. പക്ഷെ ചില സമയത്ത് ഇപ്പൊ ഡെത്തിലേക്ക് പോവാം, അല്ലെങ്കിൽ ഒരു ഇൽനെസ് അല്ലെ, അസുഖക്കേടോ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അതിന്റെ ഇടയിൽ റിട്ടയർമെന്റ് നടക്കാം. ഒരു ഫിനാൻഷ്യൽ ഇയറിന്റെ ഉള്ളിൽ റിട്ടയർമെന്റ് നടക്കും. അപ്പൊ അതുവരെ ഇപ്പൊ 3 മാസം കഴിഞ്ഞിട്ടാണ് റിട്ടയർ ചെയ്യുന്നത്, ആ 3 മാസത്തെ പ്രോഫിറ്റ് അയാൾക്ക് കൊടുക്കണം. അപ്പൊ അത് നിങ്ങൾക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കാൻ പറ്റില്ല. അത് ഏത് അക്കൗണ്ടിലേക്കായിരിക്കും കാണിക്കുക എന്നുള്ളതാണ് ഞാൻ ചോദ്യം. അതാണ് ഞാൻ പറഞ്ഞത് സസ്പെൻസ് അക്കൗണ്ട്. അതാണ് ഞാൻ പറഞ്ഞത് എന്ത്, ഈ അപ് ടു ദ ഡേറ്റ് കാണുമ്പോൾ തന്നെ സസ്പെൻസ് അക്കൗണ്ട് ആണ്, മാറ്റമില്ല, അതേ വരുള്ളൂ. പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട് എറ്റർ ടു റിട്ടയറിംഗ് പാർട്ണർ. ലോസ് ആണെങ്കിൽ റിട്ടയറിംഗ് പാർട്ണർ ക്യാപിറ്റൽ അക്കൗണ്ട് എറ്റർ ടു സസ്പെൻസ് അക്കൗണ്ട്. ഒരു ടെമ്പററി അക്കൗണ്ട്. സസ്പെൻസ് അക്കൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ടെമ്പററി ആയിട്ട് ക്രിയേറ്റ് ചെയ്ത്, അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ കാണിക്കാൻ പറ്റില്ല. കാരണം എന്താ? കാരണം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു 12 മാസം കഴിഞ്ഞിട്ടാണ്, ഇയർ എൻഡിങ്ങിലാണ്. അപ്പൊ 3 മാസം കൊണ്ട് ഒരിക്കലും പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അത് ആ 3 മാസത്തെ പ്രോഫിറ്റ് കാണിക്കാൻ ഒരു ടെമ്പററി അക്കൗണ്ട് വേണം. അതിനെ നമ്മൾ സസ്പെൻസ് അക്കൗണ്ട് എന്ന് വിളിച്ചു. പിന്നെ വരുന്ന ഏരിയ ആണ് കാൽക്കുലേഷൻ ഓഫ് ടോട്ടൽ എമൗണ്ട് ഡ്യൂ ടു ദ പാർട്ണർ. എമൗണ്ട് പാർട്ണർക്ക് കൊടുക്കാനുള്ള എമൗണ്ട് എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലെ. റിട്ടയറിംഗ് പാർട്ണർക്കോ അല്ലെങ്കിൽ ഡിസീസ്ഡ് പാർട്ണർക്കോ കൊടുക്കാനുള്ള എമൗണ്ട് എത്രയാണെന്നുള്ളത് തിട്ടപ്പെടുത്തണം, കാൽക്കുലേറ്റ് ചെയ്യണം. അതെന്ത് ചെയ്യണം? അത് കഴിഞ്ഞിട്ട് ഇത് സെറ്റിൽമെന്റ് ചെയ്യണം, കൊടുക്കണം. അത് കൊടുക്കുന്ന 2 മെത്തേഡ് ഉണ്ട് അല്ലെ, 2 രീതി, മെയിൻ ആയിട്ട് 2 രീതി. ഒന്ന് ലോൺ ആക്കാം, മറ്റൊന്ന് റെഡി ക്യാഷ് അടയ്ക്കാം. അല്ലെങ്കിൽ മൂന്നാമത്തെ ഒരു മെത്തേഡ് കൊണ്ട് പകുതി അടയ്ക്കാം. കുറച്ച് ക്യാഷ് ആയിട്ടും കൊടുക്കാം, കുറച്ച് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. റിമൈനിങ് പാർട്ണറിന്റെ പോയ ആളുടെ നമുക്ക് വേണ്ടല്ലോ, ഇപ്പൊ റിമൈനിങ് പാർട്ണറിന്റെ പുതിയ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അതാണ് ആ ചാപ്റ്റർ. അപ്പൊ ആ 2 ചാപ്റ്റർ കഴിഞ്ഞു. ഇനി അടുത്തതിലേക്ക് പോവാം, ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ്. 4ാമത്തെ ചാപ്റ്റർ ഡിസൊല്യൂഷൻ ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ്. ഏറ്റവും സുഖമായിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ ഏരിയ. അതിൽ പഠിക്കാനും ഒന്നുമില്ല, അതിൽ പഠിക്കാനുള്ള കുറച്ച് തിയറി ഉണ്ട്. ഡിസൊല്യൂഷൻ ഓഫ് ഫേമും ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പും തമ്മിലുള്ള വ്യത്യാസം അത് പഠിക്കണം. റീവാലുവേഷനും റിയലൈസേഷനും തമ്മിലുള്ള വ്യത്യാസം അതും പഠിച്ചു വെക്കുക. അതൊരു 3-4 പോയിന്റ് ഓർത്തിരിക്കുക, അതൊക്കെ സിമ്പിൾ ആണ്. അപ്പൊ അതിൽ കൂടുതൽ തിയറിയേ ഉള്ളൂ. പിന്നെ അതിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള കാര്യം എന്താ, റിയലൈസേഷൻ അക്കൗണ്ട് ഉണ്ട്. അതിന് മുമ്പായിട്ട് കുറച്ച് തിയറി വരുന്ന ഏരിയ മോഡ്സ് ഓഫ് ഡിസൊല്യൂഷൻ അല്ലെ. മോഡ്സ് ഓഫ് ഡിസൊല്യൂഷൻ. മോഡ് ഏതൊക്കെയാ? ഡിസൊല്യൂഷൻ ബൈ കോർട്ട്, ഡിസൊല്യൂഷൻ ബൈ എഗ്രിമെന്റ്, കമ്പൽസറി ഡിസൊല്യൂഷൻ.
അതിന്റെ ഉള്ളിൽ വരുന്ന കാര്യമാണ് നീ ഇപ്പൊ പറഞ്ഞ കാര്യം. കമ്പൽസറി ഡിസൊല്യൂഷന്റെ ഒരു കാരണമാണ് നീ പറഞ്ഞത്. വെൻ ഓൾ പാർട്ട്ണർ എക്സെപ്റ്റ് വൺ റിട്ടയേഴ്സ്, അല്ലെങ്കിൽ വെൻ ഓൾ പാർട്ട്നേഴ്സ് എക്സെപ്റ്റ് വൺ ഇൻസോൾവെന്റ്, പാപ്പറായിട്ട് ബ്രേക്ക്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അതൊന്ന് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ആ തിയറി പാർട്ട് നോക്കണം. ഓക്കെ. പിന്നെ അതിൽ പ്രോബ്ലം എന്ന് പറയാൻ എന്തേ ഉള്ളൂ? അതിന്റെ ഏരിയ എന്താ? സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞ ഏരിയ കൊടുത്തുണ്ടാവും. സെറ്റിൽമെന്റ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞ ഏരിയയിൽ 3 അക്കൗണ്ടുകളാണ് പ്രിപ്പയർ ചെയ്യേണ്ടി വരിക. ഒന്ന് റിയലൈസേഷൻ അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്. ബാലൻസ് ഷീറ്റ് അല്ല. ഇനി ബാലൻസ് ഷീറ്റ് വേണോ? ഇപ്പൊ ഡിസൊല്യൂഷന്റെ അർത്ഥം എന്താ? ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം എന്നല്ലേ? ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ അതുകൊണ്ട് തന്നെ പിരിച്ചുവിടുക, ക്യാഷ് കൊടുത്ത് എല്ലാവരും പിരിച്ചുവിടുക. അപ്പൊ ക്യാഷ് അക്കൗണ്ട് മാത്രം മതി, ബാലൻസ് ഷീറ്റ് പിന്നെ വേണ്ട. തുടർന്ന് പോകുന്ന ഫേമിനല്ലേ ബാലൻസ് ഷീറ്റ് ആവശ്യമുള്ളൂ. പിന്നെ അവരുടെ ബാലൻസ്, കാരണം എന്താ? ഇതിന്റെ ഒരു ഐഡിയ എന്താ? ഇത് നിങ്ങൾ ലോജിക്കലി വിചാരിക്കുക. നമ്മുടെ റിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അസറ്റ്, നമ്മുടെ സ്ഥാപനത്തിന് എല്ലാ ജംഗമ വസ്തുക്കളും എടുത്ത് വിൽക്കുകയാണ്. സ്ഥാപന ജംഗമ വസ്തുക്കളെല്ലാം എടുത്ത് വിൽക്കുന്നു. പിന്നെ അസറ്റ് ഇല്ല അല്ലേ? പിന്നെ ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ? അസറ്റ് ഒന്നും ഇല്ലാതെ ചിന്തിച്ചു കഴിഞ്ഞാൽ കിട്ടൂലേ? ഇനി ആ അസറ്റ് വിറ്റ പൈസ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ലാബിലിറ്റീസ് അല്ല, ബാധ്യതകളെല്ലാം തീർക്കുന്നു. അപ്പൊ ബാധ്യതയില്ല. അപ്പൊ അസറ്റും ഇല്ല, ബാധ്യതയില്ല. പിന്നെ എന്തിനാണ്? പിന്നെ ക്യാഷ് മാത്രമേ നമ്മുടെ കയ്യിൽ ഉണ്ടാവുള്ളൂ. അപ്പൊ റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തു, എന്നിട്ട് അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്തു. അതിന്റെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് ക്യാഷ് അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. ക്ലിയർ അല്ലേ? അതോടുകൂടി അവിടെ കഴിഞ്ഞു. ആ ഒരു ഫേം അവിടെ ക്ലോസ് ആണ്. പിന്നെ അവിടെ റണ്ണിങ് ഇല്ല, മുമ്പോട്ട് പോകുന്നില്ല. ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് ഇല്ലേ അല്ലേ? നമ്മുടെ ഫേം നടന്നു പോയിക്കോട്ടെ, അടച്ചു പൂട്ടേണ്ട ആവശ്യമില്ല. പക്ഷെ ഇവിടെ എന്താണ്? വൈൻഡ് അപ്പ് സ്റ്റേജ് ആയി കഴിഞ്ഞു. അപ്പൊ അതാണ് അവിടെ വ്യത്യാസം. ഇവിടെ ഒന്നും ക്ലോസ് ആവുന്നില്ല. ഇവിടെയൊക്കെ റീവാലുവേഷൻ വരുന്നത് എന്തുകൊണ്ടാ? സ്ഥാപനം അടച്ചു പൂട്ടുന്നില്ല, വീണ്ടും റൺ ചെയ്യാണ്. മാറ്റങ്ങൾ വരുന്നു, ഒരാൾ വരുന്നു, ഒരാൾ പോകുന്നു എന്നുള്ള അല്ലാതെ സ്ഥാപനം അടച്ചു പൂട്ടേണ്ട ആവശ്യം വരുന്നില്ല. ഇവിടെ എന്ത് ചെയ്തു? സ്ഥാപനം നമ്മൾ ക്ലോസ് ചെയ്തു. അപ്പൊ ക്ലോസ് ചെയ്തപ്പോൾ വരയ്ക്കേണ്ട അക്കൗണ്ട് റിയലൈസേഷൻ, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്. ഇവിടെ വരുന്ന സമയത്ത് റിവാലുവേഷൻ അക്കൗണ്ട്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ആയിരുന്നു. ക്ലിയർ അല്ലേ? അപ്പൊ 4 ചാപ്റ്ററിൽ വരുന്ന ഇത്രയോ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. സിമ്പിൾ അല്ലേ?